സത്യത്തിൽ ഇവൻ പറയുന്നത് കേട്ടാൽ ചിരി വരും. സത്യം പറഞ്ഞത് അന്ന് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിട്ടോ. അവൻ്റെ ആ ഒരു ഭയങ്കര മൻസൂർ എന്ന ചങ്ങായി കാണുമ്പോൾ എല്ലായിടത്തും ഉണ്ടാവും. ചിലപ്പോഴൊക്കെ ഫേസ്ബുക്കിലൊക്കെ വരാറുണ്ട്, അതുപോലെ പലയിടത്തും കാണാം. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് കേട്ടോ. നമ്മളൊന്നും സൗദി അറേബ്യ കാണാത്ത മാതിരി അവൻ്റെ വർത്തമാനം. ഏതായാലും പറയാം മൻസൂറെ, മർക്കസിലുള്ള റസൂലിന്റെ മുടി മർക്കസിലുള്ള റസൂലിൻ്റെ മുടി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്തൊക്കെയോ ഒരു പന്തികേട് വരെ സംസാരത്തിലുണ്ട്. അവനെ സുന്നി ആശയക്കാരനല്ല. റസൂല് എന്ന് പറഞ്ഞിട്ട് സാധാരണ ഒരു സുന്നി ആശയക്കാരൻ നിർത്തൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതെ. അതൊന്ന്. ബാക്കി കുറച്ച് വലുതായി എന്നാണ് പറഞ്ഞത്. അത് ശരിയാണ്. ഞങ്ങൾക്ക് വിശ്വസ്തനായ ഒരു പണ്ഡിതൻ പറഞ്ഞു അത് വലുതായി. ഞങ്ങളതിന് വിശ്വസിക്കുന്നു. ഞങ്ങളങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നത്. ആയതുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ വലുതായി എന്ന് പറഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കും. ഞങ്ങൾക്ക് വിശ്വസ്തനായ പണ്ഡിതനാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയോ സെൻറ്റിമീറ്റർ വലുതായി എന്നല്ല എ.പി. ഉസ്താദ് പറഞ്ഞത്. സെൻറ്റിമീറ്ററിൻ്റെ കണക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ആ കണക്ക് നോക്കിയിട്ടില്ലല്ലേ? അത് ശരി. 1400 വർഷമായി റസൂൽ മരണപ്പെട്ടിട്ട്. അപ്പൊ എത്ര ആ മുടി എത്ര വലുതായിട്ടുണ്ടായിരിക്കും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് 1400 1500 അതടക്കട്ടെ, 1400 എന്ന് വെച്ച് പറയുന്നു. 1400 വർഷം ആയിട്ട് അത് എത്രങ്ങാനും വലുതായിട്ടുണ്ടാവും. ഓഞ്ച പൊട്ട, എത്ര വിവരമുള്ള എനിക്ക്. ഉസ്താദെ, നിങ്ങളോട് ബഹുമാനമുണ്ട്, പക്ഷെ ഇത് ആയിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. ബഹുമാനം ഉണ്ടാവണതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ പോണില്ലേനും വിശ്വാസികള് ഭയപ്പെടരുത്, ജാഗ്രത പാലിക്കുക. ഇത് ഒരിക്കലും വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കാൻ പോണുമില്ല. ഇനി വിശ്വാസികൾ എന്ത് ചെയ്യുക? ജാഗ്രത പാലിക്കും ചെയ്യാം. അപ്പോൾ ഓൻ വിശ്വസിക്കണില്ല. വിശ്വസിക്കണേനെ എത്ര കരിയും കെട്ട് കാണുമ്പോൾ എന്തിനാ വിജയം പറയണേ? വിശ്വസിക്കണവർ വിശ്വസിച്ചോട്ടെ, അല്ലെങ്കിൽ വിശ്വസിക്കണ്ട. ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്താ? ഇമാകാരും ഇസ്ലാംകാരും ഒന്നല്ലല്ലോ. നട്ടാൽ മുളക്ക നുണയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഞാൻ സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യണത്. ഇതുപോലുള്ള ഒരു മുടിയോ അതല്ലെങ്കിൽ ഒരു നോമുനീര് കലക്കിയ വെള്ളമോ ഞാൻ കുടിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ഒരു സൗദികളോ സ്വദേശികളൊന്നും ഇതിനായിട്ട് പറഞ്ഞിട്ടില്ല. ഈ ചങ്ങായി സൗദി അറേബ്യയിൽ എന്നെ കണ്ടിട്ട് ഒരു ഹൗസ് ഡ്രൈവറെ പോലെ തോന്നണത്. ഒരു ഹൗസ് ഡ്രൈവറെ പോലെ തോന്നണത്. ഏതെങ്കിലും ഹൗസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും ഏതെങ്കിലും അറബികളൊപ്പം. എന്നിട്ട് അത് അവിടെ ഓല സൂക്കിലും കൊണ്ടുപോയി വിട്ടുകാണ്ട് അവിടെ കുത്തിരിക്കണം. എങ്ങനെ ഇത് കാണുന്നു? ഞാനൊക്കെ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്ത ആളാണ്, ജോലി ചെയ്ത ആളാണ്. മക്കത്ത് ജോലി ചെയ്തിട്ടുണ്ട്, ജിദ്ദയിൽ ജോലി ചെയ്തിട്ടുണ്ട്, ISF, IL മറുവ, അതേമാതിരി IS ആമർ, മക്ക നവാരിയ, ജമൂമ്, ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. ആയിഷ പള്ളിൻ്റെ അവിടെ പല മൗലൂദുകളിലും പല കാര്യങ്ങളിലും ഷഅർ ആസാറുകൾ പ്രദർശന പരിപാടികളിൽ പലയിടത്തും കൂടിയിട്ടുണ്ട്. ഇതുവരെ കൂടിയിട്ടില്ല അല്ലേ? ഇതാപ്പം എൻ്റെ കോലം. ഇതാ പറ്റി സൗദി അറേബ്യ കണ്ടിരിക്കണത്. സൗദി അറേബ്യയിൽ എത്രങ്ങാനും സ്ഥലത്ത് കൂടി മൗലൂദ് നടക്കുന്നുണ്ട് അറിയിച്ച്. അവിടുത്തെ സ്വദേശികളായിട്ട് പല മൗലൂദുകൾ നടക്കുന്നുണ്ട്. അതിലൊക്കെ ഇജ്ജ് കൂടിയിരിക്കണം. ഇജ്ജ് കണ്ടിരിക്കണം അതൊക്കെ? ഇജ്ജ് എവിടുന്ന് കാണാനാ? എന്നിട്ട് ഇപ്പം ഇജ്ജ് ഷഅറിൽ ഓൺ കുടിച്ചിട്ടുമില്ല, വെള്ളം കുടിച്ചിട്ടുമില്ല, അങ്ങനത്തെ പൊടിയും കണ്ടിട്ടില്ല, മണ്ണും കണ്ടിട്ടില്ല. ഇതൊന്ന് വിട്ടാ വണ്ടി. റബീഉൽ അവ്വലാണ് വിശ്വാസികൾ ഏറെ സന്തോഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മാസത്തിൽ തന്നെ ഇതൊരു സീസൺ ട്രെൻഡിങ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആയിട്ട് എനിക്ക് കരുതാൻ പറ്റുള്ളൂ. ഇജങ്ങനെ കരുതിയാൽ മതി. ഒരു മാസത്തിൽ ട്രെൻഡിങ് ആയിട്ട് കരുതിയാൽ മതി, ഒരു സീസൺ ട്രെൻഡിങ് ആയിട്ട് കരുതിയാൽ മതി. എനിക്കങ്ങനെ കരുതാൻ കഴിയുള്ളൂ. എനിക്കങ്ങനെ കരുതാൻ പറ്റുള്ളൂ എന്നല്ല, എനിക്ക് അതിനെ കരുതാൻ കഴിയുള്ളൂ. കാരണം എന്താ? ഇജൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇജവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എന്നിട്ട് ഇപ്പോൾ അവിടെ കണ്ടതൊക്കെ കാട്ടുന്നുണ്ടോ? സുന്നത്തമായത്തിൻ്റെ ആശയങ്ങൾ എന്തെങ്കിലും കാട്ടുന്നുണ്ടോ? എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അങ്ങനെ സുന്നത്തമായത്തിൻ്റെ ആശയം കാട്ടുന്നതായിട്ട് കാണില്ല. എന്നിട്ട് പിന്നെ എങ്ങനെ? അൺബിലീവബിൾ. അവസാന നാളുകളിൽ പല ആളുകളും പല കോലത്തിൽ വരുന്നുള്ളതാണ്. അതായത് ഈ വെള്ളം ഞാൻ ഇത് കുടിച്ചിട്ടില്ല, കുടിക്കാൻ പോണില്ല. കുടിച്ച ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. കമന്റിലല്ല, ഒരു വീഡിയോയിൽ തന്നെയാണ് പറയാമെന്ന് കരുതി. നമ്മൾ കുടിച്ചിട്ടുമുണ്ട്, ഫലം കണ്ടിട്ടുമുണ്ട്, പല കാര്യങ്ങൾക്ക് അതുകൊണ്ട് ഫായ്ദയുണ്ടായിട്ടുണ്ട്. ഓപ്പറേഷൻ മൂത്രക്കല്ലിന് ഓപ്പറേഷൻ പറഞ്ഞ് ഷെയർ മുബാറക്കിൻ്റെ വെള്ളം തന്ന്
ഇത് കുടിച്ചോ മോനെ, ഈ വെള്ളം കുടിച്ചോ, ഇത് നീ നാട്ടിലെത്തുമ്പോഴേക്കിന് മൂത്രമൊഴിക്കാൻ മുട്ടും. ഏതെങ്കിലും ഒരു പള്ളിയിൽ മൂത്രമൊഴിക്കാൻ കയറുമ്പോൾ നീ ക്ലോസറ്റിലേക്ക് മൂത്രമൊഴിക്കരുത്, അതിൻ്റെ സൈഡിലേക്ക് മൂത്രമൊഴിച്ചാൽ മതി, ആ കല്ല് ചാടിയിട്ടുണ്ടാവും, കല്ലിന് പോരും കേട്ടോ എന്ന് പറഞ്ഞ് ബുധനാഴ്ച ഓപ്പറേഷൻ പറഞ്ഞ് ചൊവ്വാഴ്ച ഉസ്താദിൻ്റെ അടുത്ത് പോയി വെള്ളം തന്ന് കുടിച്ച് ആ ഉസ്താദ് പറഞ്ഞതുപോലെ നാട്ടിലെത്തുന്നതിൻ്റെ മുമ്പത്തെ പള്ളിയിലെത്തിയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി മൂത്രമൊഴിച്ചപ്പോൾ ആ കല്ല് പോകുന്ന സംഭവം അതിന് തെളിവാണടോ. ഞങ്ങൾക്കത് തെളിവാണ്. ഷെയ്ഖുനയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അത് കമൻ്റായിട്ട് പറയണ്ട, വീഡിയോ ആയിട്ട് തന്നെ പറയാമല്ലോ നമുക്ക്. ഞങ്ങൾക്ക് ഷെയ്ഖുനായിൽ വിശ്വാസമുണ്ട്. ആ ഷെയ്ഖുനായിൽ നിന്ന് കിട്ടിയ വെള്ളം എനിക്കെന്നുള്ള അനുഭവമാണ് ഞാൻ പറഞ്ഞത്. വെള്ളം തന്ന് നാട്ടിലെത്തുന്നതിൻ്റെ മുമ്പുള്ള പള്ളിയിലെത്തുമ്പോൾ മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോൾ അതിൻ്റെ ചാലിലേക്ക്, അതിൻ്റെ ക്ലോസറ്റിലേക്ക് മൂത്രമൊഴിക്കരുത്, സൈഡിലേക്ക് മൂത്രമൊഴിക്കണം, കല്ലപ്പോൾ പോരും എന്ന് പറഞ്ഞു. ഞാൻ നാട്ടിലെത്തി. പാണ്ടിക്കാട് സുന്നി പള്ളിൻ്റെ ഇ.കെ. ഭാഗത്തിൻ്റെ ഒരു പള്ളിയുണ്ട് ടൗണിൽ. മൂത്രമൊഴിക്കാൻ കയറി, അവിടെ സൈഡിൽ മൂത്രമൊഴിച്ചു. അത് ആ ക്ലോസറ്റിലേക്ക് മൂത്രമൊഴിക്കാതെ കല്ല് പുറത്തോട്ട് പോന്നു. ബുധനാഴ്ച ഓപ്പറേഷൻ പറഞ്ഞ കല്ല്. ഇത് ഞങ്ങൾക്ക് തെളിവല്ലേ? ഇതൊക്കെ തന്നെ ഞങ്ങൾക്ക് തെളിവ്. ഇജ്ജ് കുടിക്കണ്ട, എനിക്കത് പറ്റൂലല്ലോ, കുടിക്കാൻ പറ്റൂലല്ലോ. കുടിച്ച ആകമാനം കെടൂലച്ച്. മുബാറക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ 1/2 സെൻറ്റിമീറ്ററോളം വലുതായിട്ടുണ്ട്. മൻസൂർ അജ്ജ് നേരത്തെ പറഞ്ഞത് എത്രയോ സെൻറ്റിമീറ്റർ വലുതായിക്കണെന്നാ. എത്രയോ സെൻറ്റിമീറ്റർ അല്ല, 1/2 സെൻറ്റിമീറ്ററേ വലുതായിട്ടുള്ളൂ. അത് വലുതാവൂടാ, റസൂലുള്ളാഹിൻ്റെ മുടിയല്ലേ, അത് വലുതാവുകയും. അത് തെളിവുള്ളതാണ് ലോകത്ത്. അത് ആ ഷഹർ മുബാറക്കും അതിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് പുരട്ടിയ മദീനയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ റൗള ഷരീഫിൽ നിന്ന് പഠിച്ചെടുക്കുന്ന പൊടികൾ, അതും അതുപോലെ അവിടെ ഇജെന്താ കരുതിയത്? റൗള ഷരീഫിൽ നിന്ന് വലിച്ചെടുക്കുന്ന പൊടി എന്ന് പറഞ്ഞാൽ ഖബർ മാന്തിയാണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന കരുതിയത് മൻസൂറെ? അതല്ല. AP ഉസ്താദ് പറഞ്ഞത് അതൊരു ബറക്കത്ത, അഹ്ലുസുന്നയുടെ ഒരു വിശ്വാസം അങ്ങനെയാണ്. തബറുക്ക് എടുക്കുക എന്നുള്ളത്. അപ്പം എന്ത് ചെയ്യും? സാധാരണ അവിടെ തുടക്കുന്ന ആ ശീലയിൽ വരുന്ന പൊടി മതി, അതായാലും മതി തബറുക്കിന്. അവിടെ തുടക്കുന്ന പൊടി മുണ്ടുണ്ടല്ലോ, ആ മുണ്ടുമത്തെ പൊടി ആയാലും മതി, അതന്നെ തബറുക്കിന്. അപ്പം ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, AP ഉസ്താദിന് അതിൻ്റെ മക്കാമിൻ്റെ ഉള്ളിൽ തുടച്ച് വൃത്തിയാക്കിയപ്പോൾ, ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വൃത്തിയാക്കുന്ന ഒരിതുണ്ടല്ലോ, ആ സമയത്ത് അത് AP ഉസ്താദത്ത് കൊടുത്തിട്ടുണ്ടാവും. അതിനെന്താ അത്ര വലിയ പ്രശ്നം? കൈ കൊണ്ട് കുത്തിയപ്പോൾ ജയറാനത്തിൽ നിന്ന് കൈയിൻ്റെ വിരല് ഭൂമിയിൽ കുത്തിയപ്പോൾ പൊങ്ങി വന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളവും. ഇത് സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യണത് കാരണം ഈ വെള്ളമൊക്കെ അവിടെ കണ്ടിക്കണം, ഇതൊക്കെ അവിടെ കണ്ടിക്കണം. അതൊക്കെ മദീനത്തൊന്ന് പോയി നോക്കണ്ടി. ആ സംഗതികളൊക്കെ അവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉംറയ്ക്ക് പോയി കണ്ട് വരുന്ന ആളുകൾ ആ വെള്ളം കൊണ്ടുവരലുണ്ട്. ഉംറയ്ക്ക് പോയി വരുന്ന ആളുകൾ ആ വെള്ളം കൊണ്ടുവരലുണ്ട്. 1 ലക്ഷം റുപ്യ, 85,000 റുപ്യ, 90,000 റുപ്യ കൊടുക്കണം ഉംറയ്ക്ക് ഇപ്പോൾ പോകണമെങ്കിൽ. അപ്പോൾ ആ വെള്ളം അവിടെ നിന്ന് കൊണ്ടുവരണമെങ്കിൽ. അപ്പോൾ AP ഉസ്താദ് അവിടെ പോയപ്പോൾ കൊടുന്നു. അതെന്ത് ചെയ്തു? റബീഉൽ അവ്വലിന് കൊടുത്തു. അതിനെന്താ അത്ര വലിയ പ്രശ്നം? സ്വാഭാവികമല്ലേ. എൻ്റെ ഭാര്യ കഴിഞ്ഞ ആഴ്ചയുടെ മുന്നത്തെ ആഴ്ച ഉംറയ്ക്ക് പോയിരുന്നു. ഓള് സംസം വെള്ളവും കൊടുന്നിക്കണ്, ഒരു കുപ്പി വെള്ളം ഇതും കൊടുന്നിക്കണ്. അതിനിപ്പോൾ എന്താ പ്രശ്നം? എല്ലാം ചേർത്തുകൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുത്. എന്താ ഉസ്താദാ പറഞ്ഞത്? എത്രയോ ലക്ഷങ്ങൾ കൊടുക്കണം സൗദി അറേബ്യക്ക് പോകണമെങ്കിൽ, അങ്ങനെ അവിടെ ചെന്ന് മദീനയിലേക്ക് പോകണമെങ്കിൽ. ഇങ്ങനെ അവിടുത്തെ ആസാറുകൾ, അവിടുത്തെ ബഹുമതികൾ കിട്ടിയ സംഗതികൾ ഇവിടെ നാട്ടിൽ വന്നിട്ട് AP ഉസ്താദ് വിതരണം ചെയ്യുമ്പോൾ അത് നല്ല സന്തോഷത്തോടു കൂടെ വാങ്ങുന്നതിനൊക്കെ പകരം അതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ടവന്മാരുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ച് നോക്കിങ്ങൾ. കാരണം AP ഉസ്താദിന് അങ്ങോട്ട് പോയപ്പോൾ അവിടെ വെച്ചിട്ട് അവിടുത്തെ ആളുകൾ അതുമായി കൊണ്ട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ചിലപ്പോൾ തർക്കമൊന്നുമില്ലല്ലോ. അങ്ങനെ അതും ഷഹർ മുബാറക്ക് മുക്കിയ വെള്ളവും അവിടുത്തെ മണ്ണ് അഥവാ തുറാബ് പൊടി വിതറിയ പിന്നെ വെള്ളവും
ഇങ്ങനെ എല്ലാ വെള്ളം കൂടി കൂടിയിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ കൈവിരലിൻ്റെ ഇടയിലൂടെ വന്ന അവിടുത്തെ ആ വെള്ളവും ഇങ്ങനെ എല്ലാ വെള്ളവും കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യണത് മർക്കസിൽ വെച്ചിട്ട് കൊടുക്കുന്നത്. ഈ എല്ലാ വെള്ളവും കൂട്ടിയിട്ടാണ് മർക്കസിൽ വെച്ച് കൊടുക്കുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, പാഴാക്കി കളയരുത് എന്നാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞത്. എന്നിട്ട് ഓൻ കുറേ കാലം മൻസൂർ പറയും, ഞാൻ കുറേ കാലം സൗദി അറേബ്യയിൽ ജോലി ചെയ്യണം, ഇവിടെ അങ്ങനെ ആസാറൊന്നും കാണലില്ല. ഓൻ ചങ്ങായിയേ ആ ത്വായിഫിൽ പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ പള്ളി പറഞ്ഞിട്ടൊരു പള്ളിയുണ്ട്. അതിലങ്ങോട്ട് പോയിട്ട് ഇന്നത്തെ പാടെ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല, ഒരുപാട് ആസാറുകൾ ഉണ്ട്, ഒരുപാട് സംഗതികളുണ്ട് അവിടെയൊക്കെ. അവിടെയൊക്കെ ഒന്ന് പോയി നോക്ക് ഓരോ സ്ഥലത്ത് കൂടി, അപ്പം എനിക്ക് കാണാം. ഇത് വെറും എനിക്ക് എൻ്റെ വണ്ടിയിലിരുത്തം കണ്ടിട്ട് ഒരു ഹൗസ് ഡ്രൈവറെ പോലെ അങ്ങനെ ആകുമ്പോൾ പിന്നെ എന്ത് ചെയ്യൂല, അതൊന്നും കാണൂല, എല്ലാം കാണണം. കാണുമ്പോഴേ നമുക്കതിൽ ഒരു വിശ്വാസവും ഒരു എന്താ പറയുക ഒരു ഉറപ്പുണ്ടാവുള്ളൂ. ഷായർ വളർന്നു എന്നാണ് നൗഷാദ് പറയണ മാതിരി അജ്ജ് പറയണത്. നൗഷാദ് പറയണ വളർന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ഉണ്ടായിരുന്നു ഓൻ്റെ ചോദ്യം. അപ്പോൾ അത് പൊട്ടന്മാർ ചോദിക്കണമായിരിക്കത്തെ ഓരോ ചോദ്യങ്ങൾ. അപ്പോൾ കുട്ടിയെ മനസ്സിലാക്കിക്കോ, സൗദി അറേബ്യയിലുണ്ട്, എല്ലാ രാജ്യങ്ങളിലും അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഷായറുണ്ട്. മനസ്സിലായോ? തബറുക്ക് കൊടുക്കാറുണ്ട്.